ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ വീണ്ടും ബാക്ക് ടു സെയിൽസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അബോവ് 4 മീറ്റർ അല്ലെങ്കിൽ 4.2 to 4.4 മീറ്റേഴ്സിനിടയിൽ ലെങ്ത്തുള്ള SUVസിൻ്റെ സെയിൽസ് ആണ്. എന്തായാലും ഇവിടെ സാധാരണ എപ്പോഴും ഏറ്റവും താഴത്ത് നിൽക്കാറുള്ളത്, അതായത് 15th പൊസിഷനിലോ 14th പൊസിഷനിലൊക്കെ ആയിട്ട് നിൽക്കാറുള്ളത് സിട്രോയിൻ്റെ വണ്ടികളായിരുന്നു. ഇപ്രാവശ്യം ഏതായാലും 15th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ MGയുടെ ആസ്റ്റർ ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 102 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇയർ ഓൺ ഇയർലി ഇനി കമ്പയർ ചെയ്യുന്നത് എന്തായാലും ബോറടിക്കും, അത്രയും സെയിൽസ് ആയല്ലോ. എന്തായാലും അപ്പോൾ നമ്മുടെ സെപ്റ്റംബർ മാസത്തിൽ 90 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയത് 12 വണ്ടികളുടെ വ്യത്യാസവും 13.33% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇത് ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് എങ്കിലും ഉള്ളത്. വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ഇനി 14th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ മഹീന്ദ്രയുടെ XUV 400 ഇലക്ട്രിക് ആണ്. ഈ വണ്ടിയുടെ സെയിൽസ് ഇപ്പോൾ വളരെ പരിതാപകരമാണ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ മാസം 152 വാഹനങ്ങൾ സെയിലും കഴിഞ്ഞതിന് മുന്നത്തെ മാസം 149 വാഹനങ്ങൾ സെയിലുമാണ് ഇതിന് കിട്ടിയത്. 3 വണ്ടികളുടെ വ്യത്യാസവും 2.01% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് ഒക്കെ വളരെ കുറവാണ്. ഗ്രോത്ത് അല്ല, ഓവറോൾ സെയിൽസ് തന്നെ വളരെ കുറവാണ്. പക്ഷേ ഈ വണ്ടി ഇനിയിപ്പോൾ ഒരു അപ്ഡേറ്റ് തീർച്ചയായും ഡിസേർവ് ചെയ്യുന്നുണ്ട്. XUV 3X അപ്ഡേറ്റ് ആയിട്ട് ഇത്രയും കാലമായിട്ട് ഈ വണ്ടി ഇതുവരെയ്ക്ക് ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇതിന് വന്നിട്ടില്ല. ഫീച്ചേഴ്സ് സ്ക്രീൻ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി 13th പൊസിഷൻ തൊട്ടുനിന്ന് വീണ്ടും നമ്മുടെ സിട്രോയിൻ്റെ ചുണക്കുട്ടികൾ കയറിയിട്ടുണ്ട്. ബസാൾട്ടാണ് ആദ്യം നിൽക്കുന്നത്. 217 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. സെപ്റ്റംബറിൽ 210 വാഹനങ്ങൾ സെയിൽ കിട്ടിയായിരുന്നു. 7 വാഹനങ്ങളുടെ വ്യത്യാസം 3.33% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്ന XUV 400 ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് വന്നിരിക്കുന്ന നമ്മുടെ സിട്രോയിൻ്റെ ബസാൾട്ടിനാണ്. പക്ഷേ ബസാൾട്ട് എക്സും എയർക്രോസ് എക്സും ഒക്കെ ഇറക്കിയപ്പോൾ തൊട്ട് സെയിൽസ് അത്യാവശ്യം തിരിച്ച് പിടിച്ച് കയറിയിട്ടുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ 12th പൊസിഷനിൽ നിൽക്കുന്ന C3 എയർക്രോസ് ആണ്, വെറും എയർക്രോസ് ആണ്. ഇതിന് 227 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. സെപ്റ്റംബറിൽ വളരെ കുറവായിരുന്നു, 59 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ എക്സ് ഇറക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള മാസമായതുകൊണ്ടായിരിക്കും. എന്തായാലും 168 വാഹനങ്ങളുടെ വ്യത്യാസം 284.75% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ഗ്രോത്ത് പെർസെൻറ്റേജ്. ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് ബേസിലുള്ള ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്ക് തന്നെയാണ്. അത് ഇതിന് മാത്രമല്ല, വേറെ ചില വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ഇത്രയും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ കാണാൻ പറ്റും, 200-ന് മുകളിലും 100-ന് മുകളിലൊക്കെ ആയിട്ട്. ഇനി നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം MGയുടെ ZS-EV ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 609 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം വളരെ കുറവായിരുന്നു, 250 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 359 വാഹനങ്ങളുടെ വ്യത്യാസം 143.6% ഗ്രോത്ത് റേറ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 100-ന് മുകളിലും 200-ന് മുകളിലും ഇനിയും കാണാൻ പറ്റുമെന്ന്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്ന വണ്ടിയാണിത്. രണ്ടാമതായിരിക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിച്ച് 100-ന് മുകളിലുള്ളതുകൊണ്ട്. പക്ഷേ അല്ല, 200-ന് മുകളിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വേറൊരു വണ്ടിയും കൂടെ ഈ ലിസ്റ്റിലുണ്ട്. അധികം വൈകാതെ മനസ്സിലാവും നിങ്ങൾക്ക്. ഇനി അടുത്ത നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോഡ കുഷാക്ക് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1219 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. സെപ്റ്റംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 769 വാഹനങ്ങൾ സെയിൽ കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഉണ്ടായിരുന്നുള്ളൂ. 450 വാഹനങ്ങളുടെ വ്യത്യാസം 58.52% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ വേറെ ചില വണ്ടികൾ കാരണം 58.52 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആണെങ്കിലും ഇതിനങ്ങനെ ടോപ്പ് 3 ഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കണക്കിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിവേ ഇമ്പ്രൂവ്മെൻറ്റ് സെയിൽസിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇതിനൊരു ഫേസ് ലിഫ്റ്റും കൂടി ഇപ്പോൾ പെൻഡിങ് ആണ്. ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ കർവാണ്. ഈ കർവ് ഇറങ്ങിയപ്പോൾ തൊട്ട് എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് സെയിൽസ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം 5000 തുടങ്ങി, പിന്നെ 4000, 3000, 2000, 1000 ആ റേഞ്ചിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 1432 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം 1566 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 134 വാഹനങ്ങളുടെ വ്യത്യാസവും 8.56% ഡീഗ്രോത്ത് റേറ്റുമാണ്. ഇതിൽ ആകെപ്പാടെ 3 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ലിസ്റ്റിലുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന വണ്ടിയും കൂടിയാണത്. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, നെക്സോണിൽ ബേസ് ചെയ്തിരിക്കുന്നൊരു വണ്ടി ഇത്ര അഡീഷണൽ വില കൊടുത്ത് വാങ്ങാൻ ചിലപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ലായിരിക്കും. അല്ലാതെ ഫീച്ചേഴ്സ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം ലോഡറാണ്. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫോക്സ്വാഗൻ്റെ ടൈഗൺ ആണ്. ഇതെന്തായാലും കുഷാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 1560 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം 1114 വാഹനങ്ങളുടെ സെയിലേ ഉണ്ടായിരുന്നുള്ളൂ. 446 വാഹനങ്ങളുടെ വ്യത്യാസം 40.04% ഗ്രോത്ത് റേറ്റും ഉണ്ട്. അതായത് കുഷാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് പെർസെൻറ്റേജ് കുറവാണ്. പക്ഷേ എന്തായാലും കുഷാക്കിനേക്കാളും സെയിൽ കൂടുതൽ ഇപ്പോഴും ടൈഗൺ തന്നെയാണ് കിട്ടുന്നത്. മിക്കവാറും ഫോക്സ്വാഗൻ്റെ സപ്പോമെട്രിസ് വരുമ്പോഴേക്കും ഇതും കുറയുമായിരിക്കും. നമുക്ക് നോക്കാം. ടൈഗണും ബൈ ദ വേ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത വാഹനം, അതായത് 7th പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ B6 ആണ്. ഇതിനും സെയിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്ന് പറയാം. 2000-ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. 2234 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. സെപ്റ്റംബറിൽ 1701 വാഹനങ്ങളുടെ സെയിലായിരുന്നു. 433 വാഹനങ്ങളുടെ വ്യത്യാസം 25.46% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് അല്ലാതെ സെയിൽസ് അത്യാവശ്യം കോൺസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. അല്ലാതെ ഇറങ്ങിയപ്പോൾ എല്ലാവരും സംസാരിച്ചു, ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ച് ആരും വാങ്ങാതിരിക്കുന്നില്ല. ആൾക്കാർ ആക്ച്വലി വാങ്ങുന്നുണ്ട്.
ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹോണ്ടയുടെ എലിവേറ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 2186 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം 2199 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. ജസ്റ്റ് 13 വണ്ടികളുടെ വ്യത്യാസവും 0.59% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. പക്ഷേ ഈ വണ്ടി സത്യം പറഞ്ഞാലും കൂടുതൽ സെയിൽസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 5000 റേഞ്ചിലെങ്കിലും ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, കുറച്ചുകൂടെ ഫീച്ചേഴ്സൊക്കെ കൊടുത്താൽ മതി. പക്ഷെ അതവർ ചെയ്യില്ലല്ലോ. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സെൽട്ടോസ് ആണ്. 7130 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. സെപ്റ്റംബറിൽ ഇത്തിരി കുറവായിരുന്നു, 5816 വാഹനങ്ങൾ. 1314 വാഹനങ്ങളുടെ വ്യത്യാസവും 22.59% ഗ്രോത്ത് റേറ്റും ഉണ്ട്. എഗെയിൻ അത്യാവശ്യം ഡീസൻ്റ് ആണ്. നമ്മൾ ഈ ഒരു പ്രൈസ് പോയിന്റ് സെഗ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പം ഇതിന് ചില മാസങ്ങളിൽ 6000-ന് താഴെ സെയിൽ പോകാറുണ്ടെങ്കിലും കഴിഞ്ഞ മാസം അത്യാവശ്യം സെയിൽ കുറച്ചും കൂടെ കയറിയിട്ടുണ്ട് എന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ സെയിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നൊരു വണ്ടിയായിരുന്നു ഗ്രാൻഡ് വിറ്റാര. നമ്മൾ സെപ്റ്റംബർ മുതൽ അങ്ങോട്ട് 2-3 മാസം ബാക്കോട്ട് പോവുകയാണെങ്കിൽ 5000-6000 വെച്ചൊക്കെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ മാസം പിന്നെയും തിരിച്ച് കയറിയിട്ടുണ്ട്. 10409 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട് ഒക്ടോബറിൽ. പക്ഷേ സെപ്റ്റംബറിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ 5698 വാഹനങ്ങൾ സെയിലേ ഉള്ളൂ. 4711 വാഹനങ്ങളുടെ വ്യത്യാസവും 82.68% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്, പ്രത്യേകിച്ച് ഈ ഹൈ വോളിയം സെയിൽസിൻ്റെ കേസ് എടുക്കുമ്പം. 4ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടി ഇതാണ്. പക്ഷേ അഗെയിൻ ഒരുപാട് വേറെ വണ്ടികളുണ്ടോന്നും പറയാനില്ല. 3rd പൊസിഷനിലുള്ളത് നമ്മുടെ ഹൈറൈഡർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 11555 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈറൈഡറിന് ഇതുവരെ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ഇത് തന്നെയാണെന്ന്. ഇത് മിക്കവാറും ഡിമാൻഡ് അനുസരിച്ച് അവർ ഗ്രാൻഡ് വിറ്റാരയുടെയും ഹൈറൈഡറിൻ്റെയും പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ടൊയോട്ടയാണ് 2 വണ്ടികളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതും അവരുടെ സ്വന്തം പ്ലാനിൽ. ഏതായാലും സെപ്റ്റംബർ മാസത്തിൽ 7608 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയത്. 3947 വാഹനങ്ങളുടെ വ്യത്യാസവും 51.88% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അഗെയിൻ അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹൈറൈഡറിൻ്റെയും അതുപോലെ ഗ്രാൻഡ് വിറ്റാരയുടെയും സെയിം പ്ലാറ്റ്ഫോമിലുള്ള മാരുതിയുടെ അരീന ഡീലർഷിപ്പ് വഴി വരുന്ന ഈ അടുത്തിറങ്ങിയ നമ്മുടെ പുതിയ വിക്ടോറസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 13496 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 4261 വാഹനങ്ങളുടെ സെയിൽ സെപ്റ്റംബറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം പ്രൊഡക്ഷൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 9235 വാഹനങ്ങളുടെ വ്യത്യാസവും 216.73% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 200-ന് മുകളിൽ വന്ന അടുത്ത വണ്ടി ഇതാണ്. സോ സെക്കൻഡായിട്ട് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന വാഹനം ഇത് തന്നെയാണ്. ഈ വണ്ടി ജസ്റ്റ് ഇറങ്ങിയിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ആ ഗ്യാപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ 2nd പൊസിഷൻ ഈ വാഹനം സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ 1st പൊസിഷൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഏത് വണ്ടിയാണെന്ന്. ഡെഫിനറ്റ്ലി കുറേ കാലമായിട്ട് നമ്പർ 1 നിൽക്കുന്ന നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെറ്റ തന്നെയാണ്. കഴിഞ്ഞ മാസം 18381 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. സെപ്റ്റംബറിൽ 18861 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 480 വാഹനങ്ങളുടെ വ്യത്യാസവും 2.54% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഡീഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഈ ലിസ്റ്റിൽ 2ാമതായി ഏറ്റവും കുറവ് ഓർ 2ാമതായി ഏറ്റവും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 3 വണ്ടികൾക്കാണ് ഡീഗ്രോത്ത് ഉള്ളത്. ഈ വണ്ടി പിന്നെ അങ്ങനെ പൊസിഷൻ ഇതുവരെ ലൂസ് ചെയ്തിട്ടില്ല. സെയിം നമ്പർ 1 തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. എന്താണ് ഈ ഒരു ലിസ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയിട്ട് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അതുവരെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.